ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു നമ്മുടെ ശ്രമങ്ങൾക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആൻ അടിക്കടി മുഅ്മിനീങ്ങളെ ഉണർത്തുന്ന ഒരു കാര്യമാണ് ക്ഷമയെക്കുറിച്ച്. ക്ഷമ എന്നത് പല നിലയിലുണ്ട്. അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ കാണിക്കുന്ന ക്ഷമയാണ് ഏറ്റവും വലിയ ക്ഷമ. പിന്നെ ക്ഷമ കാണുന്നത് നമുക്ക് വരുന്ന ആപത്തുകൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, ഈ സന്ദർഭത്തിലും ഒരു പ്രത്യേക ക്ഷമ വേണം. ഇത് റബ്ബ് തന്നതാണ് എന്ന വിചാരത്തോടുകൂടെ ക്ഷമിക്കണം. അപ്പോൾ അതിന് അർഹമായ പ്രതിഫലം ഉണ്ടെന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹു തന്നതാണ് എന്ന തോന്നലോടുകൂടെ ക്ഷമിച്ചാൽ ആ ക്ഷമ ശരിക്കും ഒരു ഇബാദത്തിന്റെ പരിപൂർണതയിലെത്തുകയാണ്. അതേക്കുറിച്ചുള്ള ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ പരീക്ഷണം ഈ ഭൂമിയുടെ നിയമമാണ്. അള്ളാഹു ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചത് തന്നെ പരീക്ഷിക്കാൻ വേണ്ടി എന്നാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിനെ കുറിച്ച് നമ്മോട് പറയാ ആരാ അള്ളാഹു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. أرى الله അവൻ ഏറെ മഹത്വങ്ങൾ നിറഞ്ഞവനാണ്, പരിശുദ്ധനാണ്. അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. ബിയദിഹിൽ മുൽക്ക്, സർവ അധികാരങ്ങളും അവന്റെ കയ്യിലാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവ് അവന് മാത്രമാണ്. അള്ളാഹു അവന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, ജീവിതത്തെയും മരണത്തെയും അവൻ പടച്ചു. എന്തിനെന്നറിയുമോ? ലിയബ്ലുവക്കും, നിങ്ങളെ അവൻ പരീക്ഷിക്കാൻ വേണ്ടി. നിങ്ങളെ പരീക്ഷിക്കുമെന്നത് തീർച്ചയാണ്. ജീവിതവും മരണവും നിനക്കുണ്ടോ? നിനക്ക് പരീക്ഷണമുണ്ട്. അള്ളാഹു പരീക്ഷിക്കും. എന്തിനാ പരീക്ഷിക്കുന്നത്? പരീക്ഷിക്കുന്നത് മഹാന്മാരായ മലക്കുകളുടെ മുന്നിൽ നിന്നെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി. പ്രവൃത്തി നന്നായവൻ ആരാണെന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കും. മലക്കുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനം പറയുന്നിടത്ത് മഹാനായ ഇമാം സാവി ആ ഒരു ആശയം ഉൾപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. മലക്കുകളെ ബോധ്യപ്പെടുത്തണമല്ലോ. അള്ളാഹുവോട് ചോദിച്ചതാണല്ലോ മലക്കുകൾ, പടച്ച റബ്ബേ, എന്തിനാണ് ഇപ്പൊ ഈ മനുഷ്യരെ പടയ്ക്കുന്നത്? നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങളുണ്ടല്ലോ. അപ്പൊ അവരുടെ മുന്നിൽ മനുഷ്യർ വലിയ മഹാന്മാരാണെന്ന് വരുത്തി തീർക്കണമെങ്കിൽ മഹാനാവ എന്നതിന്റെ മാനദണ്ഡമാണ് റബ്ബിന്റെ മാർഗത്തിൽ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട്, വേദനകൾ സഹിച്ചുകൊണ്ട് ക്ഷമയെ പാലിക്കാൻ. അപ്പൊ അള്ളാഹു മലക്കുകളുടെ മുന്നിൽ അത് ബോധ്യപ്പെടുത്തി കൊടുക്കും. അതിനുവേണ്ടി അപ്പോ തീർച്ചയായും ഈ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉറപ്പിക്കാമെന്ന് ഖുർആൻ. അങ്ങനെയെങ്കിൽ ആ പരീക്ഷണങ്ങളെ ഖുർആൻ ധാരാളം പരീക്ഷണങ്ങൾ പറയുന്നുണ്ട്. ആ പരീക്ഷണങ്ങളെ നമ്മൾ ഏത് നിലയ്ക്ക്, ഏത് രീതിയിൽ അതിനെ മുഖവിലക്കെടുക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. അള്ളാഹു 3-4 തരത്തിലുള്ള പരീക്ഷണങ്ങൾ മനുഷ്യ ജീവിതത്തിൽ നൽകുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് അതിന്റെ ആമുഖങ്ങൾ ഒഴിവാക്കി പോവാണ്. സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. ബിശൈഇൻ, സൃഷ്ടാവായ തമ്പുരാനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അവൻ തരുന്ന പരീക്ഷണം ബിശൈഇൻ, ഒരൽപ്പമാണ്. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. അള്ളാഹു നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്ന ഭയത്തിന്റെ സന്ദർഭങ്ങൾ തരും. നിങ്ങൾക്ക് അള്ളാഹു ദാരിദ്ര്യം തരും, വിശപ്പ് തരും, പരീക്ഷണമാണ്. അതൊക്കെ പഴയ കാലത്തൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെയോ സാമ്പത്തിക കിഴിവ് തരും, പരീക്ഷണമാണ്. സാമ്പത്തിക ഉയർച്ചയും തരും, അതും പരീക്ഷണമാണ്. വബശ്ശിരിസ് സ്വാബിരീൻ,
ഇങ്ങനെ പരീക്ഷിക്കുന്ന നേരത്ത് റബ്ബ് തന്നതാണ് എന്ന ചിന്തയോടുകൂടെ അതിനങ്ങോട്ട് ഉൾക്കൊള്ളാൻ തയ്യാറുള്ളവർ, അവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക നബിയെ. അള്ളാഹു അതിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കും. അള്ളാഹുവിന്റെ പരീക്ഷണം കിട്ടുമ്പോൾ അത് റബ്ബ് തന്നതാണെന്നുള്ള തോന്നലിൽ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ തുടങ്ങി വെച്ചപ്പോൾ പറഞ്ഞിരുന്നു, റബ്ബ് നമ്മെ പരീക്ഷിക്കുന്ന നേരത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തന്നതാണെന്നൊരു തോന്നലോടുകൂടെ ആ പരീക്ഷണങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, വേദനകളിൽ, രോഗങ്ങളിൽ ഒക്കെ നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ പടച്ച റബ്ബ് തീർച്ചയായിട്ടും അതിന് വലിയൊരു പ്രതിഫലം നമുക്ക് വെച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിന്റെ ആകത്തുക റബ്ബ് തന്നതാണെന്നൊരു തോന്നൽ മനസ്സിൽ നിന്ന് പലപ്പോഴും ഇല്ലാതെ പോകുന്നു എന്നതാണ് വസ്തുത. റബ്ബ് തന്നതാണെന്നൊരു തോന്നൽ പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഇല്ലാതെ പോവാണ്. നമുക്ക് ഇതെന്തോ ഒരു വിധിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് എന്തെങ്കിലും മുടന്ത ന്യായങ്ങൾ പറഞ്ഞത് ഒഴിവാക്കും. പക്ഷേ റബ്ബ് തന്നതാണെന്നൊരു തോന്നലാണ് ഇതിന്റെ ഒക്കെ കാതലായ വശം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടായി പരീക്ഷണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്ക് നബിയെ എന്ന് പറഞ്ഞപ്പോൾ വബശ്ശിരി സ്വാബിരീൻ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ സ്വീകരിക്കുന്ന നേരത്ത് ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് പറഞ്ഞല്ലോ. ആ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ചവരാരാ? അവരുടെ ക്വാളിറ്റി കണ്ടോ? അല്ലദീന ഇദാ അസ്വാബത്ഹും മുസീബ, അവർക്ക് റബ്ബിന്റെ ഭാഗത്ത് നിന്നും ഒരു മുസീബത്ത് എത്തിക്കഴിഞ്ഞാൽ, ഒരു പരീക്ഷണം എത്തിയാൽ, ഒരു ഇടങ്ങേറ് വന്നു അവർക്ക്, ആ സമയം അവർ അള്ളാഹു തന്നതാണെന്ന വിചാരത്തോടുകൂടെ ക്ഷമിക്കുകയും പ്രതിവചിക്കേണ്ട വാക്കിൽ അവരുടെ പ്രതികരണ രൂപം ഇങ്ങനെയായിരിക്കും. എങ്ങനെ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു തന്നതാ, ഇതൊക്കെ അള്ളാഹു തന്നതാ, അള്ളാഹുവിലേക്കാ. ഇതിന്റെ ഒക്കെ ഒടുക്കവും അടക്കവും ഒക്കെ അള്ളാഹുവിലേക്കാ. ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനുള്ളതാണ്. ഞങ്ങളുടെ റബ്ബ് ഞങ്ങളിൽ പലതും പരീക്ഷിക്കും. ഇതൊക്കെ റബ്ബിനുള്ളതാണ്, റബ്ബിന്റെ അവകാശമാണത്. അത് സ്ഥാപിക്കണം, മനസ്സുകൊണ്ട് അങ്ങോട്ട് അംഗീകരിക്കണം. അല്ലദീന ഇദാ അസാബത്ഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ തിരിച്ചറിവ് തരുമാറാവട്ടെ. റബ്ബേ, ഇത് നീ തന്നതാണെന്ന് മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കും. എന്നിട്ട് ഈ ദിക്ർ ചൊല്ലും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വലിയ പവിത്രതയുള്ള ദിക്റാണ്. ഏതായാലും ഈ വിഷയത്തിന്റെ ഒരു അടുത്ത ഭാഗം നമുക്ക് എപ്പോഴെങ്കിലും കുറച്ച് വിശാലമായി തന്നെ പറയേണ്ടതുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നതൊക്കെ കുറെ അധികം പറയാനുണ്ട്. ഞാൻ ആ ഭാഗങ്ങൾ വിടാണ്. അള്ളാഹു തന്നതാണെന്നുള്ള തോന്നലും ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്കതിന് കൂലിയുണ്ട്. ഒരു സത്യവിശ്വാസിക്കായി ഇത് ഉൾക്കൊണ്ട് പറയാൻ കഴിയും. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അവന് മാത്രമായി ഒരു പ്രതികരണത്തിൽ പൂർണ്ണമായ ആത്മാർത്ഥതയിൽ പറയാൻ കഴിയും. അള്ളാഹു സത്യവിശ്വാസികളിൽ പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് ഈ സത്യവിശ്വാസി എന്ന അത്ഭുത ജീവിയെ കുറിച്ച് പറഞ്ഞത് എന്താ അറിയോ? സത്യവിശ്വാസിക്ക് ആ പ്രയാസം വരുമ്പോൾ പടച്ചവനെ സ്തുതിച്ച് പറയാൻ കഴിയും, പടച്ചവനെ ഓർക്കാൻ കഴിയും. അതൊരു അത്ഭുത. ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാര്യം എത്ര അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ. മുഅ്മിനായ മനുഷ്യന് ലാഭവും നഷ്ടവുമില്ല, എല്ലാം ലാഭം തന്നെയാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ച് സങ്കടവും ലാഭമാണ്, സന്തോഷവും ലാഭമാണ്. സത്യവിശ്വാസിയുടെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. ലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ ഇല്ലാ ലിമുഅ്മിൻ. മുഅ്മിനല്ലാതെ ഇങ്ങനത്തെ ഒരു മാനസിക വിശേഷം പറയാനില്ല. സങ്കടവും ലാഭാണ്, സന്തോഷവും ലാഭാണ്. ഇത് മുഅ്മിനിന് മാത്രമേ ഉള്ളൂ. ഇത് മുഅ്മിനായ മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഇൻ അസാബത്ഹു സറാഉ ശക്റ. മുഅ്മിനായ മനുഷ്യന് വരുന്നത് പ്രയാസങ്ങളും സങ്കടങ്ങളുമാണ് എന്ന പോലെ തന്നെ മുഅ്മിനായ മനുഷ്യന് വരുന്നത് സന്തോഷങ്ങളാണെങ്കിൽ റബ്ബിനെ മറക്കൂല, അവൻ ശുക്ർ ചെയ്യും. അവന് വരുന്നത് ഇനി പ്രയാസങ്ങളാണെങ്കിൽ അപ്പോഴും അവൻ ശുക്ർ ചെയ്യും. പടച്ചോൻ, ഇതിലെന്തോ ഒരു ഖൈറ് വരാനുണ്ട്, അതുകൊണ്ട് നിനക്കിരിക്കട്ടെ ശുക്ർ. ഇതൊരു അത്ഭുതകരമായ ജീവിതത്തിൽ നിന്നേ ഈ പ്രതികരണം ഉണ്ടാവും. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് രോഗങ്ങൾ വരാറുണ്ട്,
നമുക്ക് രോഗം വരാറുണ്ടല്ലോ, എന്താ നമുക്ക് ക്ഷമയുള്ളത്? ക്ഷമയൊക്കെ വളരെ കുറവാ മനുഷ്യന്മാർക്ക്. രോഗങ്ങൾ വരാറുണ്ട്, ക്ഷമിക്കായിരിക്കും, പക്ഷെ അള്ളാഹു തന്നതാണെന്ന തോന്നൽ വരാറുണ്ടോ? രോഗമെന്ന് പറഞ്ഞാൽ എത്ര വലിയ നേട്ടമാണ്. രോഗം ഉണ്ടായി ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾ, ഇന്നൊരു സഹോദരിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് അനിയന്ത്രിതമായ തലവേദനയും തലചുറ്റലുമൊക്കെയായി ബ്രെയിൻ ട്യൂമറിന്റെ രോഗമുണ്ട്. അള്ളാഹു ശിഫ കൊടുക്കുമാറാവട്ടെ, അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാവട്ടെ. രോഗം എന്നത് വലിയ അനുഗ്രഹ മനുഷ്യന്മാരെ. രോഗത്തിന്റെ വില എപ്പോഴാ അറിയാം? രോഗത്തിന്റെ വില അറിയണം. ഇമാം തുർമുദിയുടെ ജാമിഇലുണ്ട് ഹദീസ്, ഇമാം തൊബറാനിയുടെ മുഅ്ജമിലുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യവദ്ദു അഹ്ലുൽ ആഫിയതി യൗമൽ ഖിയാമത്തി ഹീന യുഅതാ അഹ്ലുൽ ബലാഇസ് സവാബ്. ഭൂമിയിൽ രോഗിയായി ജീവിച്ച മനുഷ്യന്മാർക്ക് ആഖിറത്തിൽ കൂലി കൊടുക്കുമ്പോൾ, ഭൂമിയിൽ ആരോഗ്യത്തോടുകൂടെ ജീവിച്ചവൻ ഈ കൂലി കൊടുക്കുന്നത് കാണുമ്പോൾ അവൻ ആഗ്രഹിച്ചു പോവും, അവൻ കൊതിച്ചു പോകും. ലൗ അന്ന ജുലൂദഹും കാനത് ഖുരിലത് ബിൽ മഖാരിദ്. പടച്ചോനെ, ഭൂമിയിൽ ഞാൻ നല്ല ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചത്, അതുകൊണ്ട് എനിക്ക് ആഖിറത്തിൽ നേട്ടങ്ങൾ കുറവാണല്ലോ അല്ലാഹ്. ഭൂമിയിൽ വെച്ച് എന്റെ ശരീരത്തിന്റെ പച്ച മാംസത്തെ കത്രിക കൊണ്ട് മുറിച്ചു കളയും വിധം ഒരു രോഗം എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് എനിക്ക് വലിയ ലാഭമാകുമായിരുന്നുവെന്ന് ഭൂമിയിലെ ആരോഗ്യത്തോടുകൂടെ ജീവിച്ച ഓരോ മനുഷ്യനും ആഖിറത്തിൽ രോഗികളുടെ കൂലി വീതിക്കുന്നത് കാണുമ്പോൾ അവൻ പറഞ്ഞു പോകുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അള്ളാഹു നമുക്ക് ഭൂമിയിൽ ആരോഗ്യവും ആഖിറത്തിൽ നേട്ടവും തരുമാറാവട്ടെ. രണ്ടും തരട്ടെ. അള്ളാഹു വിചാരിച്ച് രണ്ടും നടക്കൂല. ഒരാൾ രോഗിയാവുമ്പോ എത്ര വലിയ അനുഗ്രഹമാ അള്ളാഹു കൊടുക്കാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് മവാഇലുൽ ഉസ്ഫൂർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. 4 മലക്കുകൾ 2 ഘട്ടത്തിലായിട്ട് അള്ളാഹു നിയോഗിക്കാം. ഒന്നാം ഘട്ടത്തിൽ 4 മലക്കുകൾ വരും ഒരു രോഗിയുടെ മുന്നിലേക്ക്. ഒന്നാമത്തെ മലക്കിന്റെ ഡ്യൂട്ടി ആ മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെ തിരിച്ചെടുക്കലാണ്. ഒരാൾ രോഗിയാവാൻ പോവാ, 4 മലക്കാ വരുന്നത്. ഒന്നാമത്തെ മലക്കിന്റെ ഡ്യൂട്ടി ഈ മനുഷ്യന്റെ ആരോഗ്യത്തെ ശരീരത്തിൽ നിന്നും വലിച്ചെടുത്തു കൊണ്ടുപോവാ. അയാൾ ആ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യും. രണ്ടാമത്തെ മലക്ക് വന്നുകൊണ്ട് ഈ മനുഷ്യന്റെ നാവിന്റെ രുചി തിരിച്ചെടുക്കും. മൂന്നാമത്തെ മലക്ക് വന്നുകൊണ്ട് ഈ മനുഷ്യന്റെ മുഖത്തിന്റെ ശോഭ, ഒരു ആരോഗ്യമുള്ളപ്പോൾ ഒരു പ്രസരിപ്പുണ്ട്, അത് മൂന്നാമത്തെ മലക്ക് എടുക്കും. നാലാമത്തെ മലക്ക് വരണമെങ്കിൽ ഈ 3 കാര്യങ്ങളും അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരമാണെന്നും പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നതാണെന്നും ഞാനിത് അനുഭവിക്കാൻ അവൻ ഖളാ ആക്കിയതാണെന്നും അവന്റെ ഖളാഇനോട് എനിക്ക് പൊരുത്തമാണെന്നും ഇങ്ങനെയൊക്കെ ഉള്ളിൽ ഉണ്ടാവണേ. അപ്പോഴേ 4ാമത്തെ മലക്ക് വരും. ഒന്നുകൂടി പറയാം, ഒരാൾ രോഗിയാകുമ്പോൾ സത്യവിശ്വാസിയാണ്, അവന്റെ അടുക്കലേക്ക് 2 ഘട്ടങ്ങളിൽ മലക്ക് വരുന്നുണ്ട്. ഒന്നാമത്തെ ഘട്ടത്തിൽ 4 മലക്കുകൾ വരും. ആദ്യ 3 മലക്കുകൾ വരുമ്പോ ആദ്യ 3 മലക്കുകൾ വരും. ഒന്നാമത്തെ മലക്ക് ശരീരത്തിന്റെ ആരോഗ്യം എടുക്കും. രണ്ടാമത്തെ മലക്ക് അവന്റെ നാവിന്റെ രുചി എടുക്കും. മൂന്നാമത്തെ മലക്ക് അവന്റെ മുഖത്തിന്റെ പ്രകാശം പ്രസരിപ്പെടുക്കും. പടച്ചോനെ, ഞാൻ രോഗിയായി, അല്ലാഹുവേ ഇത് നീ തന്നതാണ് എന്ന തോന്നൽ ഉണ്ടെങ്കിൽ 4ാമത്തെ മലക്കിനെ അല്ലാഹു പറഞ്ഞേക്കും, മലക്കെ ആ മനുഷ്യന്റെ പാപങ്ങളെ നീ എടുക്കണേ മലക്കെ. 4ാമത്തെ മലക്ക് വരുന്നത് പാപങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. 1ാമത്തെ മലക്കും 2ാമത്തെ മലക്കും 3ാമത്തെ മലക്കും വന്ന് യഥാക്രമം ആരോഗ്യവും നാവിന്റെ രുചിയും മുഖത്തിന്റെ പ്രകാശമൊക്കെ വലിച്ചു കൊണ്ടുപോവാ. അപ്പൊ തന്നെ ആ മനുഷ്യന് മനസ്സിലായി താൻ രോഗിയായിരുന്നു. അല്ലാഹുവേ ഇത് നീ തന്നതാ. ആ വിചാരത്തോടു കൂടെ പടച്ചോനെ വഴി പറയാതെ റബ്ബിന് സ്തുതി പറഞ്ഞ് നിൽക്കുന്ന നേരത്തായിരിക്കും 4ാമത്തെ മലക്ക് വരാം. അവന്റെ പാപങ്ങൾ എടുത്തുകൊണ്ടുപോകും. ഇപ്പൊ ഇവന് പാപമില്ല കേട്ടോ. അങ്ങനെ കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ മനുഷ്യന്റെ രോഗം മാറാൻ അല്ലാഹു ഖളാ ആക്കും. ഈ മനുഷ്യന്റെ രോഗം മാറണം. അപ്പോൾ 1ാമത്തെ മലക്കിനോട് അല്ലാഹു പറയും, മലക്കേ, അയാളുടെ ആരോഗ്യത്തെ നീ അയാളുടെ ശരീരത്തിൽ നിന്ന് എടുത്തതല്ലേ, തിരിച്ചു കൊണ്ടുപോയിട്ട് 1ാമത്തെ മലക്ക് വന്നുകൊണ്ട് അയാളുടെ ആരോഗ്യം കൊടുക്കും. 2ാമത്തെ മലക്ക് ആ മനുഷ്യന്റെ നാവിന്റെ രുചി കൊടുക്കും. 3ാമത്തെ മലക്ക് ആ മനുഷ്യന്റെ മുഖത്തിന്റെ പ്രകാശം തിരിച്ചു കൊടുക്കും.
നാലാമത്തെ മലക്ക് എടുത്തത് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കണോ വേണ്ടയോ അള്ളാഹു ഒരു തീരുമാനവും പറയുന്നില്ല. സുജൂദിലേക്ക് വീഴും നാലാമത്തെ മലക്ക്. അള്ളാഹുവേ, ഭൂമിയിൽ ആ മനുഷ്യൻ രോഗിയാകുന്ന നേരം ഞങ്ങൾ 4 പേരും അയാളുടെ ജീവിതത്തിൽ നിന്നും 4 കാര്യങ്ങൾ എടുത്തു കൊണ്ടുവന്നു. അതിൽ 3 പേർക്കും തിരിച്ചു പോവാൻ നീ അവസരം കൊടുത്തു. 4ാമത്തെ എനിക്ക് നീ അവസരം തന്നിട്ടില്ലല്ലോ അല്ലാ. 1ാമത്തെ ആൾ ആരോഗ്യം കൊണ്ടുപോയി കൊടുത്തു. 2ാമത്തെ ആൾ അയാളെടുത്ത നാവിന്റെ രുചി കൊണ്ടുപോയി കൊടുത്തു. 3ാമത്തെ ആള് മുഖത്തിന്റെ പ്രകാശം എടുത്തിരുന്നു കൊണ്ടുപോയി കൊടുത്തു. 4ാമത്തെ ഞാൻ അയാളുടെ പാപവും ചുമന്ന് നിൽക്ക. പടച്ച റബ്ബേ, എന്നെ നിനക്ക് തിരിച്ചയച്ചുകൂടെ? അള്ളാഹു പറയും മലക്കിനോട്, റബ്ബ് പറയുമത്രേ, ആ മനുഷ്യന് രോഗം വന്നപ്പോൾ, പ്രയാസം വന്നപ്പോൾ അള്ളാഹു തന്നതാണെന്ന തോന്നലിൽ അയാൾ ക്ഷമിച്ച് സഹിച്ചിരുന്നു. റബ്ബ് തന്നതാണെന്ന തോന്നലിൽ ക്ഷമിച്ചതുകൊണ്ട്, ആ തോന്നലോടുകൂടെ ക്ഷമിച്ചതുകൊണ്ട് അയാൾക്ക് കൂലി കൊടുക്കാൻ അള്ളാഹു തീരുമാനിച്ചു. 1ാമത്തെ കൂലി അവന്റെ പാപം പൊറുക്കല, പിന്നെ അവന്റെ പദവി ഏറ്റല. അങ്ങനെ ന്യായമായും റബ്ബ് ഇടപെടുന്ന മലക്കെ അയാൾക്ക് ഞാൻ കൊടുക്കുന്ന ആനുകൂല്യം അയാളുടെ പാപം പൊറുക്കലല്ലേ? അപ്പൊ എങ്ങനെയാ നീ എടുത്ത പാപം അങ്ങോട്ട് തിരിച്ചു കൊണ്ടു കൊടുക്കല് ന്യായമാവാ? അതുകൊണ്ട് ആ പാപം നിന്റെ കയ്യിലിരിക്കട്ടെ. പടച്ച റബ്ബേ, അയാൾ ചെയ്ത പാപം എന്തിന് ഞാൻ വഹിക്കണം? ഞാനിതെന്ത് ചെയ്യണം റബ്ബേ? അള്ളാഹു പറയും, എന്നാൽ ആ പാപം കൊണ്ടുപോയി നീ സമുദ്രത്തിലെറിയ. മഹാന്മാരായ തസവുഫിന്റെ പണ്ഡിതന്മാർ പറയുന്നു, അങ്ങനെ മലക്ക് ഈ രോഗിയുടെ പാപം കൊണ്ടുപോയി സമുദ്രത്തിൽ എറിയും. ആ പാപങ്ങളിൽ നിന്നാണ് പിന്നീട് ചീങ്കണ്ണികൾ സമുദ്രത്തിൽ ജന്മമെടുക്കുന്നത്. അതിന്റെ പ്രതീകാത്മകമായ സൃഷ്ടിയാണ് കടലിലെ ചീങ്കണികൾ എന്ന് പോലും മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പൊ രോഗം വരുന്ന ഒരിക്കലും നഷ്ടമല്ല, രോഗം വരുന്നത് ലാഭമാണ്. പക്ഷേ ഈമാൻ ഉള്ളവനെ ലാഭമുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വഹാബി പ്രമുഖനായ അതാ ഇബ്നു അബീ റബാഹിനോട് പറയുന്നൊരു സംഭവമുണ്ട്. അദ്ദേഹത്തോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അലാ ഉരീക ഇംറഅത്തൻ മിൻ അഹ്ലിൽ ജന്ന, സഹോദര, സ്വർഗാവകാശിയായ ഒരു പെണ്ണിനെ നിനക്ക് ഞാൻ കാണിച്ചു തരാം, പറഞ്ഞു തരാം. എന്നിട്ടോ മഹാനായ അതാ തങ്ങൾ പറയുന്നുണ്ട്, അതെ, എനിക്കൊന്ന് കേൾക്കണം, അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടോ? ഹബീബിന്റെ കാലഘട്ടത്തിൽ സ്വർഗവാസി എന്ന് ഉറപ്പ് പറഞ്ഞ ഒരു പെണ്ണുണ്ട്. അവളുടെ പ്രത്യേകത എന്താ? ആ പോകുന്ന കറുത്ത പെണ്ണെന്ന് പറഞ്ഞു സൂചിപ്പിച്ചു. അതിലൂടെ ഒരു മനുഷ്യ പ്രതിബിംബം സഞ്ചരിക്കുന്ന പോലെ തോന്നി. ദൂരെ കൂടി ഒരു പെണ്ണിങ്ങനെ പോകുന്നു. ആ പോകുന്ന ഒരു കറുത്ത പെണ്ണ്. അവള് കറുത്ത പെണ്ണെന്ന് പറഞ്ഞാൽ അവളുടെ നിറം പറയല്ല, അവളുടെ വർഗം ഒരു നീഗ്രോ വംശജയായിരിക്കും, അതായിരിക്കും അങ്ങനെ പറയാൻ കാരണം. അല്ലെങ്കിൽ അവളെ തിരിച്ചറിയാനുള്ള ഒരു അടയാളം അവളുടെ മേൽവിലാസത്തോടു കൂടെ ചേർത്ത് പറയപ്പെട്ടിട്ടുള്ള ഒരു പ്രയോഗമായിരിക്കാം. ആ സഹോദരി സ്വർഗവാസിനിയാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, ജീവിച്ചിരിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ സംഭവം? ഈ പെണ്ണൊരിക്കൽ നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് സങ്കടം പറഞ്ഞു, നബിയെ, എനിക്ക് അപസ്മാര രോഗമാണ് നബിയെ. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ പലരും ഉണ്ടാവും. അള്ളാഹു ആ രോഗമുള്ളവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ. അപസ്മാര രോഗത്തിന് മരുന്നുണ്ട്. അപസ്മാര രോഗത്തിന്റെ മരുന്ന് കരിക്ക് വെള്ളത്തിൽ സൂറത്തുൽ അൻആം ഓതി മന്ത്രിച്ചു കുടിച്ചാൽ അപസ്മാര രോഗം മാറും. കുറച്ചു ദിവസം അങ്ങനെയാണ് ചെയ്യണം. മഹാന്മാരായ പല പണ്ഡിതന്മാരും ഈ വിഷയത്തെക്കുറിച്ച് പലരോടും നിർദ്ദേശിക്കാറുണ്ട്. അപസ്മാര രോഗി കരിക്ക് പൊട്ടിച്ചാൽ ആ വെള്ളത്തിലേക്ക് സൂറത്തുൽ അൻആം ഓതണം. അത് പാത്രത്തിലേക്ക് ഊറ്റാതെ തന്നെ കരിക്കിൽ വെച്ച ഓതലാണ് നല്ലതെന്നും പറയുന്നുണ്ട്. അപസ്മാര രോഗത്തിന്റെ മരുന്ന്. ഏതായാലും അപസ്മാര രോഗിണിയായ പെണ്ണ് വന്നുകൊണ്ട് ഹബീബിനോട് പറഞ്ഞു, നബിയെ, എനിക്ക് അപസ്മാരമാണ്. നബിയെ, ഞാൻ അപസ്മാരം വന്ന് പെടഞ്ഞു വീണ് കഴിയുമ്പോൾ എന്റെ വസ്ത്രം എന്റെ ഔറത്തിൽ നിന്നും മാറും. അതുകൊണ്ട് എന്റെ നാണം പുറത്താവുന്നു നബിയെ. ബോധമില്ലാത്ത സമയത്ത് എന്റെ നാണം പുറത്താണ്. അതുകൊണ്ട് അങ്ങ് അല്ലാഹുവോട് ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി ദുആ ഇറക്കണം. എന്തിനു വേണ്ടി ദുആ ഇറക്കേണ്ടത്? ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ഈ രോഗം മാറണമെന്ന് നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്താൽ നിന്റെ രോഗം മാറുകയൊക്കെ ചെയ്യും. പക്ഷെ നീ ആ രോഗത്തോടുകൂടെ ക്ഷമിച്ചു കഴിയുകയാണെങ്കിൽ, ഇതെന്റെ റബ്ബ് തന്നതാണെന്ന തോന്നലോടുകൂടെ ക്ഷമിച്ചു കഴിയുകയാണെങ്കിൽ പെണ്ണെ, അള്ളാഹു നിനക്ക് സ്വർഗം തരും. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിയോട് അങ്ങനെ പറഞ്ഞു.
നിനക്ക് താല്പര്യമാണെങ്കിൽ നിന്റെ രോഗം മാറാൻ ഞാൻ അള്ളാഹുവോട് ദുആ ചെയ്യാം, നിനക്ക് താല്പര്യമുണ്ടോ? ആ സഹോദരി പറഞ്ഞു, നബിയെ ഫഖാല തസ്ബിറു, ഞാൻ ക്ഷമിച്ചോളാം നബിയെ, ഞാൻ ക്ഷമിച്ചുകൊള്ളാം. പക്ഷെ എനിക്കൊരു സങ്കടമുണ്ട് നബിയെ, ഞാൻ അപസ്മാര രോഗിണിയാണ്. ഞാൻ പിടഞ്ഞു വീഴുമ്പോൾ എന്റെ ഔറത്ത് വെളിവാവല്ലേ, ഔറത്ത് വെളിവാവാതിരിക്കാൻ ദ്വാരക്ക്, രോഗം മാറട്ടെ, ഔറത്ത് വെളിവാകാതിരിക്കാൻ വേണ്ടി ആ സഹോദരിക്ക് വേണ്ടി ഹബീബായ നബി കരീം അവർക്ക് വേണ്ടി ദുആ ചെയ്തു. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മഹാന്മാരൊക്കെ ഈ രോഗം വരിക എന്ന അവസ്ഥയെ അള്ളാഹുവിനെ സ്തുതിക്കാനുള്ള ഒരു അവസരമായ കണ്ടത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഇഹ്യാലുണ്ടല്ലോ സംഭവം. സ്വഹാബി പ്രമുഖനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട മഹാൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ്. കൈ അങ്ങോട്ട് ഉയർത്തി തേടിയ അപ്പ തന്നെ ദുആക്ക് ഉത്തരമുള്ള മഹാനാണ്, ചെറിയ ആളൊന്നുമല്ല. കൈ ഉയർത്തി തേടിയാൽ അപ്പോൾ തന്നെ ദുആക്ക് ഉത്തരമുള്ള മഹാൻ. കൈ അങ്ങോട്ട് പൊക്കിയ താഴേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ദുആക്ക് ഉത്തരമുണ്ട്. ആ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ എപ്പോഴും ദുആ ചെയ്താൽ ഉത്തരമുണ്ട്. പക്ഷേ മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം 2 കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. 2 കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു വർഷങ്ങളോളം. ആർക്കും മനസ്സിലായില്ല കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളത്. മഹാനവറുകളുടെ മുന്നിൽ വരും, ദുആ ചെയ്യും, പോവും, വരും പോവും, അങ്ങനെ ആളുകൾ വന്നു പോകലായപ്പോ ഒരാളത് ശ്രദ്ധിച്ചു. ഈ മഹാന് കണ്ണിന് കാഴ്ചയില്ല. ചോദിച്ചു, തങ്ങളെ, ആയിരങ്ങളുടെ ദുആക്ക് നേതൃത്വം കൊടുത്തവർക്ക് മനസ്സിന് സമാധാനമായി തേന്മഴകൾ പെയ്തിറങ്ങുന്ന സമാധാനത്തിന്റെ സന്ദർഭമുണ്ടാക്കാൻ ഏതൊരു ദുആഇന്റെ ശക്തിയാണോ ആ ദുആഇന്റെ ഉടമ അങ്ങല്ലേ? അങ്ങയുടെ കണ്ണിന്റെ കാഴ്ചക്ക് വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്തുകൂടെ? അങ്ങയുടെ 2 കണ്ണിനും കാഴ്ച കിട്ടാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്താൽ അങ്ങേക്ക് പെട്ടെന്ന് കാഴ്ച കിട്ടില്ലേ? ആ മഹാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചാൽ എനിക്ക് ഉത്തരമുണ്ടെന്ന ഉറപ്പ് എനിക്കുണ്ട്. എന്റെ റബ്ബിനെ കുറിച്ച് എനിക്ക് നല്ല ഭാവനയുണ്ട്. എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് ഞാൻ അവിടെ ഉണ്ടെന്ന്. എന്റെ റബ്ബിനെ കുറിച്ചുള്ള എന്റെ വിചാരം, ഞാൻ എന്ത് ചോദിച്ചാലും അവൻ എനിക്ക് ഉത്തരം തരുമെന്നാണ്. എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് ഉത്തരം കിട്ടും. പക്ഷെ എന്റെ റബ്ബല്ലേ എനിക്ക് തന്നത്. എന്റെ 2 കണ്ണിന്റെ കാഴ്ച വേണ്ട എന്ന അവസ്ഥ എന്റെ റബ്ബല്ലേ എനിക്ക് തന്നത്. അതിലവൻ എന്തോ ഒന്നുണ്ട്, എന്തോ ഒരു താല്പര്യം അതിലവനുണ്ട്. എന്റെ റബ്ബല്ലേ എന്റെ 2 കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുത്തത്. ആ കാഴ്ച തിരിച്ചെടുത്തതിൽ അവൻ എന്തോ ഒരു താല്പര്യം അതിലുണ്ട്. ആ താല്പര്യത്തിന്റെ പുറത്ത് എന്റെ താല്പര്യത്തെ ഞാൻ അവനോട് ചോദിക്കല് ശരിയല്ലല്ലോ. സയ്യിദുനാ സഅദ് ബിൻ അബി വഖാസ് അൻ-നഖാജാ റളിയല്ലാഹു അൻഹു. മഹാന്മാരുടെ ചിന്താഗതി അങ്ങനെ. നമുക്കിപ്പോ അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് അള്ളാഹു തന്നതാണെന്നൊരു ബോധമുണ്ടാവണം. സന്തോഷം വരുമ്പോൾ റബ്ബിനെ മറക്കരുത്. അറബിയിൽ ഒരു ചൊല്ല് തന്നെയുണ്ട്, കുൻസാബിറൻ ഇൻദൽ ബലാഇ സാകിറൻ ഇൻദർ റഖാഇ റാളിയം ബിൽ ഖളാഇ തകും മിനസ് സുഇദാഇ എന്ന്. നിനക്ക് ആഖിറം രക്ഷപ്പെടുന്ന, ദുനിയാവ് രക്ഷപ്പെടുന്ന ആളായി തീരണമെങ്കിൽ 3 കാര്യം നിന്നിൽ ഉണ്ടായാൽ മതി. ആഖിറം രക്ഷപ്പെടുന്നവർക്കും ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നവർക്ക് 3 ഗുണങ്ങൾ ഉണ്ടായാൽ മതി. ഈ തത്വം വലിയ അർത്ഥമുള്ളതാണ്. 3 ഗുണമുള്ളവർക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാം. ഒന്നാമത്തേത്, റബ്ബ് തരുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ കഴിവുണ്ടാവണം. അള്ളാഹു തരുന്ന സന്തോഷങ്ങളിൽ അവന് സ്തുതി പറയാനുള്ള മനസ്സുണ്ടാവണം. റബ്ബ് തീരുമാനിക്കുന്നവന്റെ ഖളാഇൽ അവനോട് തൃപ്തിയും പൊരുത്തവും ഉണ്ടാവണം. ഈ 3 കാര്യങ്ങളുണ്ട് എങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ദുനിയാവും ആഖിറവും വിജയിച്ചവനായി. 2 ലോകത്തും വിജയിക്കാൻ കഴിയും. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി പ്രമുഖൻ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, മൻ യുക്സിറു ദുആ ഇൻദർ റഖാഇ യുസ്തജാബു ലഹു ഇൻദൽ ബലാഇ എന്ന്. ഒരാൾക്ക് സന്തോഷം വരുമ്പോൾ ദുആ ചെയ്യൽ കൂട്ടണം. അങ്ങനെയുണ്ട്. സന്തോഷം വരുമ്പോ ഇപ്പൊ ദ്വാരക്കലൊന്നുമില്ല, നിസ്കാരം തന്നെയല്ല. ഒരാൾക്ക് സന്തോഷം വരുമ്പോൾ അവൻ ധാരാളം ദുആ ചെയ്യണം. പടച്ചോനെ എനിക്ക് നീ അത് തന്നു, ഇത് തന്നു, അൽഹംദുലില്ലാഹ്, ഇനിയും വേണമല്ല, ധാരാളം ദുആ ചെയ്തോ. പഠിച്ചു വെച്ചോ, സന്തോഷം വരുമ്പോൾ ധാരാളം ദുആ ചെയ്യണം.
എന്നാൽ ഈ ദുആയൊക്കെ കണക്ക് കൂട്ടി അവന് അള്ളാഹു നൽകുന്നത് എപ്പോഴാണ്? അവനൊരു സങ്കടം വരാനുണ്ടെങ്കിൽ ആ സങ്കടത്തിൽ അള്ളാഹു ഈ ദുആ മുഴുവൻ ഒരു കാവലാക്കും. സന്തോഷം വന്ന് ദുആ ചെയ്യണം, സന്തോഷം വന്ന് ദുആ ചെയ്യണം. മഴ പെയ്തിറങ്ങുമ്പോൾ സന്തോഷമുണ്ടല്ലോ ഒരുപാട്. നാളത്തെ വേനലിന്റെ കൊടും ചൂടിൽ വരണ്ടു നിൽക്കുമ്പോൾ ഒരു മഴങ്ങ പെയ്യാണെങ്കിൽ സന്തോഷം ഉണ്ടാവും അല്ലെ? മനുഷ്യന്മാർക്ക് സന്തോഷം ഉണ്ടാവും. മഴ പെയ്യുമ്പോൾ, ചാറ്റൽ മഴ പെയ്യുമ്പോൾ ഒരു സന്തോഷം. ആ സന്തോഷത്തിൽ അപ്പോൾ ദുആ ഇരുന്നാൽ ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഴ പെയ്യുമ്പോഴുള്ള ദുആക്ക് ഉത്തരമുണ്ട്. അതൊരു സന്തോഷം. കുറെ കാലത്തോളം വെള്ളമില്ലാതെ പ്രയാസപ്പെട്ട് വേനലിന്റെ കൊടുംചൂടിൽ പ്രയാസപ്പെടുന്ന സമൂഹത്തിന്റെ ഇടയിലേക്ക് ഒരു മഴ പെട്ടെന്ന് വേനലിന്റെ ഇടയിൽ ഒരു തണുത്ത കാറ്റ് വീശി ഒരു നല്ലൊരു മഴ പെയ്തിറങ്ങിയപ്പോൾ ആ മഴയിൽ എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന നേരത്ത് ആരെങ്കിലും ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരമുണ്ടാകുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല അബൂദർദാ തങ്ങളുടെ വാക്ക് തുടരുന്നു, ആരെങ്കിലും റബ്ബിന്റെ വാതിലിൽ മുട്ടലങ്ങ് കൂട്ടിയാൽ അവന് ഉറപ്പായിട്ട് ഉത്തരവുണ്ട്. കൂടെ റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരുന്ന ഉറപ്പായിട്ട് ഉത്തരവുണ്ട്. ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. താരിഖ് ദിമഷ്കിൽ ഈ ചരിത്രം, ഈ സംഭവം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഏതായാലും അള്ളാഹു തരുന്ന രോഗങ്ങള് അത് വെറുതെ അല്ല. അള്ളാഹു തരുന്ന രോഗങ്ങൾ ഒരു മനുഷ്യനെ, നമ്മളിങ്ങനെ കാണാറുണ്ട് ചില ആളുകളൊക്കെ രോഗം വന്നിട്ട് ഇങ്ങനെ കിടന്ന കിടപ്പ് തന്നെ. അയാളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ പറയും, അനുഭവിക്കണ കണ്ടോ. ഒരാള് ആ രോഗം വന്നു കഴിഞ്ഞിട്ട് അയാൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് വല്ലാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഇങ്ങനെ കിടന്ന് നരകിക്കാന്നൊക്കെ പറയും. അങ്ങനെയുള്ളവരെ കുറ്റം പറയാൻ പാടില്ല, അവരെ കളിയാക്കാൻ പാടില്ല. എന്താ കാരണം എന്നറിയോ? അള്ളാഹു അവരുടെ പാപങ്ങൾ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി ആ മനുഷ്യനെ സ്വർഗാവകാശിയാക്കാം. അങ്ങനെയാണ് സംസ്കരണം നടക്കാണ്. അയാളിപ്പോൾ പരീക്ഷണത്തിന്റെ തീച്ചോളയിലാണ്. അയാൾ ഇനി പുറത്തേക്ക് വരുന്നത് വലിയൊരു മഹാനായിട്ടാണ്. ഇയാളുടെ പാപങ്ങളൊക്കെ അവിടെ പൊറുക്കുക. രോഗം വന്ന് ഒരാൾ പ്രയാസപ്പെട്ട് കൊടുക്കുമ്പോ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചുള്ള ഇമാം അബൂദാവൂദിന്റെ സുനനിലുണ്ട് ഹദീസ്. അഹ്മദ് ഇമാമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ, തൊബറാനി ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നൽ അബ്ദ ഇദാ സബഖത ലഹു മിനല്ലാഹി മൻസിലത്തുൻ. ഒരാൾക്ക് അല്ലാഹുവിങ്കൽ ഒരു പദവി നേരത്തെ തന്നെ റബ്ബ് ഖളാ ആക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, ഫലം യബ്ലുഗ്ഹാ ബിഅമലിൻ, അവന്റെ അമൽ കൊണ്ട് ആ പദവിയിലെത്താൻ അവന് പറ്റുന്നില്ല. എന്നാൽ ഇബ്തലാഹുല്ലാഹു ഫീ ജസദിഹി ഔ ഫീ മാലിഹി ഔ ഫീ വലദിഹി, ഒന്നുകിൽ അല്ലാഹു അവന്റെ ശരീരത്തിൽ ഒരു പ്രയാസം കൊടുക്കും, അല്ലെങ്കിൽ അവന്റെ മുതലിൽ പ്രയാസം കൊടുക്കും, അല്ലെങ്കിൽ അവന്റെ മക്കളിൽ പ്രയാസം കൊടുക്കും. അല്ലാഹു ഈ പ്രയാസങ്ങൾ ഇല്ലാത്തൊരു ജീവിതവും ആഖിറത്തിന്റെ നേട്ടവും നമുക്ക് തരട്ടെ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏതായാലും ഒരു മനുഷ്യനെ അല്ലാഹു തആല ഒരു വലിയ പദവിയിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചു. ഇവൻ അമൽ കൊണ്ട് ആ പദവിയിലേക്ക് എത്താൻ കഴിയാത്തവനുമാണ് എങ്കിൽ അല്ലാഹു ദുനിയാവിൽ അവന് പരീക്ഷണം കൊടുക്കും. അവന്റെ ശരീരത്തിലോ സമ്പത്തിലോ മക്കളിലോ പരീക്ഷിക്കും. എന്നിട്ടോ അതെല്ലാം അല്ലാഹു തന്നതാണെന്ന തോന്നലോടുകൂടെ അവൻ അത് ക്ഷമിച്ചു കഴിഞ്ഞാൽ ആ പദവി അവൻ കരസ്ഥമാക്കും. ഈ ക്ഷമ അവനുണ്ടാവണം. ഏത് ക്ഷമ? അല്ലാഹു തന്നതാണെന്ന തോന്നലിലുള്ള ക്ഷമ വേണം. നമുക്കുണ്ടോ? ഉണ്ടാവണമല്ലോ. അതിനാണല്ലോ ഇത്രയൊക്കെ പറയുന്നത്. അല്ലാഹു തന്ന, പടച്ചോൻ തന്നത്. അൽഹംദുലില്ലാഹ്. കാര്യം പ്രയാസമുണ്ട്, വേദന ഉണ്ട്, എന്നാൽ അള്ളാഹ് തന്നതല്ലേ, എൻ്റെ റബ്ബ് എനിക്ക് തന്നതല്ലേ, അൽഹംദുലില്ലാഹ്. എന്തെങ്കിലും അതിൽ അവൻ വെച്ചിട്ടുണ്ടാവും. ഈ ഭൂമിയിൽ എന്ത് ബലാ അവൻ തന്നാലും അതിന്റെ പിന്നിലൊരു ഖൈറുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖൈർ ചോദിച്ചാൽ കിട്ടും. ആ രോഗം തന്നിങ്ങനെ അള്ളാഹു ഒരു മനുഷ്യനെ ആ പരീക്ഷിക്കുന്ന രംഗത്തെക്കുറിച്ച്, അയാളുടെ പാപം കഴുകി അയാളെ വലിയൊരു പദവിയിൽ നല്ല മനോഹരമായ ജീവിതത്തിലേക്ക് ആഖിറത്തിലേക്ക് അയാളെ അള്ളാഹു തയ്യാറാക്കുന്നു എന്ന ഈ വിഷയത്തിൽ മഹാനായ തഴവ രസകരമായൊരു ഉദാഹരണം പാടുന്നതാണ്. പൊൻകട്ടി തീയിൽ ഇട്ടുരുക്കി അടിച്ചിടും, ഉരുക്കച്ചിലേക്ക് കോർത്തു നീട്ടി വലിച്ചിടും. സ്വർണം അടിച്ച് ഇടിച്ച് പരത്തി തീയിന്റെ ചൂളയിലിട്ട് കോർത്തു വലിക്കല്, പിടിച്ചു വലിക്കല്, ഇടിച്ചു പരുത്തലൊക്കെ നമ്മൾ കാണാറുണ്ട്.
പിന്നീട് പലതും ചെയ്തു ഒടുവിൽ പണ്ടമായി പെണ്ണിന് കെട്ടുമ്പോൾ അതെന്തൊരു ഭംഗിയായി. ഒരു പെണ്ണിന്റെ കഴുത്തിൽ വരുന്ന മാല എത്ര ഭംഗിയുള്ളതാ. ആ ഭംഗിയിലേക്ക് അത് എത്തുന്നതിന് മുന്നേ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ആ മാല എന്ന സ്വർണം, ആ ലോഹം ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ഇതുപോലെ ഉന്നതരായ പലരും രോഗമായി കിടക്കുന്നതായി കാണുന്നു. കാലം ദീർഘമായി ദോഷം പൊറുത്തു കൊടുത്തു ശുദ്ധി വരുത്തലാ, എന്നിട്ട് ഉന്നത ദറജയിൽ എത്തിക്കലാ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ കിടന്നാ മരിച്ചത്. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ, അവർക്കൊക്കെ അള്ളാഹു രോഗങ്ങൾക്ക് കൂലി കൊടുക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഭൂമിയിലുണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥ ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹു കൊടുക്കുന്ന ഒരു അനുഗ്രഹമായിട്ടേ മഹാന്മാരെണ്ണിയിട്ടുള്ളൂ. അള്ളാഹു കൊടുക്കുന്ന ഒരു അനുഗ്രഹമായിട്ടാ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹു തരുന്ന ഒരു അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ബോധം നമുക്ക് ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടും. രോഗിയായിട്ടുള്ള അവസ്ഥയിൽ തന്നെ ഒരു മനുഷ്യന് ഈ പ്രയാസം ഇത് അള്ളാഹ് തന്ന അനുഗ്രഹമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവന്റെ ആഖിറം രക്ഷപ്പെടാൻ അത് തന്നെ മതിയല്ലോ. സയ്യിദത്തുനാ ഉമ്മുനാ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മൂമിനായ മനുഷ്യൻ അല്ലാഹു തആല ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുക്കും. ആ പരീക്ഷണം കൊടുക്കുമ്പോ അതിലൊക്കെ അള്ളാഹു കൂലി കൊടുക്കാം. ഇമാം ബുഖാരിയുടെ മുസ്ലിമിന്റെ ഒക്കെ ഹദീസിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ മിൻ മുസീബത്തിൻ തുസീബുൽ മുസ്ലിമ, ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു മുസീബത്ത്, ഒരു പ്രയാസം, ഒരു ഇടങ്ങേറ്, ഒരു രോഗം, ഒരു സങ്കടം വരുന്നു, ഇല്ലാ കഫറല്ലാഹു അൻഹു ബിഹാ, അതിന്റെ പേരിൽ അള്ളാഹു അവന്റെ പാപം പൊറുക്കും. അതിന്റെ പേരിൽ അവൻ സഹിച്ചതിനും ക്ഷമിച്ചതിനും അള്ളാഹു പാപം പൊറുക്കും. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, അങ്ങനെ പാപം പുറത്തു കൊടുക്കുമ്പോൾ അല്ലാഹു തആല ആ മനുഷ്യന് അനുഭവിച്ച വേദനയിൽ കൊടുക്കുന്ന കൂലി എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു മുള്ള് തറച്ച കാര്യത്തിന് പോലും അല്ലാഹു തആല അവന് പ്രതിഫലം കൊടുക്കുമെന്ന. ഇല്ലാ കഫറല്ലാഹു അൻഹു ബിഹാ ഹത്ത ശൗകതി യുശാഖുഹാ, ഒരു മനുഷ്യനെ ഏറ്റ ഒരു മുള്ള് കൊണ്ട് മുറിഞ്ഞ തറച്ചതിന്റെ പേരിൽ അനുഭവിച്ച വേദനയ്ക്ക് പോലും അല്ലാഹു കൂലി കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ കുട്ടികളൊക്കെ, മക്കൾ മരിച്ചു പോകുന്ന അവസ്ഥ മാതാപിതാക്കളുടെ പലരുടെയും ജീവിതത്തിൽ വളരെ നേരത്തെ തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിച്ചാൽ ആ മാതാവിനും പിതാവിനും സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥ തരാതെ അവന്റെ കൊട്ടാരം നമുക്ക് തരട്ടെ. അതിനും അള്ളാഹുവിന് കഴിയൂലൂ. അള്ളാഹു നമ്മോട് കരുണ ചെയ്യട്ടെ. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു മോൻ മരിച്ചു. വലിയ സങ്കടായി. ദാവൂദ് നബി അലൈഹിസ്സലാം ആ മോനിൽ വലിയ പ്രതീക്ഷ വെച്ച് ജീവിച്ച ആളാണ്. മനുഷ്യനാണല്ലോ, സങ്കടപ്പെടും. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, നബിയെ, അള്ളാഹു ചോദിക്കാൻ പറഞ്ഞു, അങ്ങേക്ക് ഇതിന് പകരം എന്തെങ്കിലും വേണോ? അങ്ങയുടെ സങ്കടത്തിന് പകരം. ദാവൂദ് നബി പറഞ്ഞു, ഭൂമി നിറയെ സ്വർണം, ആ സ്വർണം മുഴുവൻ ആവശ്യമായിട്ട് നിൽക്കുന്ന ഒരുപാട് പാവങ്ങൾ. ഒന്ന് സങ്കല്പിക്കാം, ഭൂമി നിറയെ സ്വർണം, ആ സ്വർണം ഈ ആവശ്യക്കാർക്ക് മുഴുവനും ഞാൻ സ്വതക്ക കൊടുത്തു. അപ്പൊ ഒരു കൂലി എനിക്ക് കിട്ടില്ല ജിബ്രീലേ? ആ കൂലി പോരാം എനിക്ക് ഈ കാര്യത്തിൽ. എന്നാൽ അള്ളാഹ് തന്നതാണെന്ന വിചാരത്തിൽ അങ്ങ് ക്ഷമിച്ചോ, അള്ളാഹു അങ്ങ് വിചാരിക്കുന്നതിന്റെ അപ്പുറം തരുമെന്ന് സയ്യിദുനാ ജിബ്രീൽ പറഞ്ഞതായി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്രത്തോളം നമുക്ക് ഒരു പരീക്ഷണത്തെക്കുറിച്ചുള്ള ബോധം, നമ്മൾ സത്യവിശ്വാസിയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അഭിമുഖീകരിക്കണം. അള്ളാഹു നമുക്ക് ആഖിറത്തിലേക്കുള്ള നേട്ടത്തിനാണ് നമ്മുടെ ദുനിയാവിന്റെ പരീക്ഷണങ്ങൾ എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം തരട്ടെ. ഒരു സത്യവിശ്വാസിയുടെ ക്വാളിറ്റി അള്ളാഹു തരട്ടെ.